ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്നൊരു പായസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞാനൊരു ഡബിൾ ഹോഴ്സിൻ്റെ പായസം മിക്സാണ്. കാണുന്നുണ്ടല്ലോ, എന്താ ഡബിൾ ഹോഴ്സ് പായസം മിക്സ് സേമിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് പാലൊഴിക്കാം അതിൻ്റെ അകത്തേക്ക്. പാലൊഴിക്കുന്നുണ്ട് ഞാൻ 2 പാക്കറ്റ് പാലൊഴിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ പാലൊഴിക്കട്ടെ. ഒരു പാക്കറ്റ് പാലൊഴിച്ച് വീണ്ടും അടുത്ത പാക്കറ്റും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അടുത്ത പാക്കറ്റ് പാലും കൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് പാല് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് ലാസ്റ്റ് ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഇന്ന് വെന്തതിൻ്റെ ശേഷം അതിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് കുറച്ച് വെള്ളം ഒഴിക്കും. എല്ലാം ഒരു പാലല്ലേ. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ പാല് തിളക്കുമ്പോൾ നമുക്ക് സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് നല്ലവണ്ണം ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് പായസം മിക്സെല്ലാം നമ്മൾ ശരിയാക്കുന്നുണ്ട്. പാല് ചൂടാകട്ടെ, നല്ലോണം തിളക്കട്ടെ. അപ്പോൾ ഗൈസ്, പാലിതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് സേമിയ, ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സായതുകൊണ്ട് ഞാനൊരു പ്രത്യേകം വേറെ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഉണ്ടല്ലോ, എല്ലാം കഴിക്കും. അപ്പം ഇനി ഇത് നമുക്ക് നല്ല വൃത്തിയിൽ ഇളക്കി കൊടുക്കാം. തിളച്ച പാലിലേക്കാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് വേകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പായസം എന്ന് പറഞ്ഞാൽ എത്ര അറിഞ്ഞിടാത്തിയാക്കും എല്ലാം വെക്കാൻ പറ്റില്ല ടൈപ്പാണ്. വേറെ നമ്മൾ മധുരമൊന്നും നമ്മളെ ആവശ്യത്തിന് ചേർക്കണ്ടല്ലോ. ഇതിലവർ ആവശ്യത്തിനുള്ള മധുരമെല്ലാം ചേർക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് മധുരം ഉണ്ടാവും. പിന്നെ ഇതിൽ കൂടുതൽ മധുരം വേണ്ടവർ ഇട്ടുള്ളൂ. നമുക്കെല്ലാം ഇത് തന്നെ ധാരാളം. നമ്മളിനി വേറെ മധുരമൊന്നും ഇടാൻ പോകുന്നില്ല. ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേക്കൊന്ന് പാലെല്ലാം നല്ല കുറുകി പാകത്തിനാവും. കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് വെന്തോളും. അപ്പോൾ നമുക്ക് നല്ലവണ്ണം വെന്തിട്ട് കാണാം. സേമിയ എല്ലാം പാലിൽ നല്ല വൃത്തിയിൽ വെന്തതിൻ്റെ ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെ സേമിയ എല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്.
അണ്ടിപ്പരിപ്പെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതൊന്ന് വെന്തിനോന്ന് എടുത്തിട്ട്. വെന്തിന് കേസ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് കാണുന്നുണ്ട്. ഉണ്ടല്ലോ ഇതാ. ബാക്കി ഞാൻ കുറച്ച് പാലും കൂടി എടുത്ത് വെച്ചിനെല്ലാം ഇത് കട്ടയായി പോകുന്നതിന് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളച്ചോട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങി വെക്കാം. ഓക്കെ, അപ്പോൾ ആ പാക്കറ്റ് പാലും കൂടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. തിളച്ചതിൻ്റെ ശേഷം വാങ്ങി വെച്ച് നമുക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് കുറച്ചും കൂടി അണ്ടിപ്പരിപ്പൊന്ന് അതിലേക്ക് ഇടാം. മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പിൻ്റെ ഇതൊന്നും ഇല്ല, എന്നാലും നമുക്ക് അങ്ങനെയല്ലേ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാനിങ്ങനെ ഇടുന്നുണ്ട്. പഞ്ചസാരേൻ്റെ ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ റെഡിയായി. പായസം നല്ല അധികം കൊഴുപ്പില്ല, നമ്മളെ കുടിക്കേണ്ട പാകത്തിനാണ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പുറത്തെ തീ കത്തിച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പൊന്ന് പുറത്തെടുക്കട്ടെ. തീയെ കത്താൻ ഇത്ര ബുദ്ധിമുട്ട്. നെയ്യ് ഇതാ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇരിക്കട്ടെ. നെയ്യ് ശരിക്കും ഉരുകിയില്ല. നെയ്യ് കുരുകാനെല്ലാം മടിയാണ് മഴ പെയ്യുമ്പോൾ. തമ്പാട്ടി പേടിച്ചത് സ്പൂൺ എടുത്തിട്ടാക്കട്ടെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പെല്ലാം എടുത്ത് വറുത്തിട്ടെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് തട്ടുന്നുണ്ട്. നെയ്യടക്കം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മളെ പായസം
പായസം റെഡി. ഞാനിത് ഓഫാക്കുകയാണ്. അപ്പോൾ ഇതാ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് വേണ്ടിക്കൽ കാണിച്ചു തരാം. കണ്ടല്ലോ ഗൈസ്, ഇതെൻ്റെ പായസം. അണ്ടിപ്പരിപ്പുകളെല്ലാം ഉണ്ട്, മുന്തിരിയല്ലുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ മുന്തിരിയാൻ ഇട്ടിട്ടില്ല. എല്ലാം റെഡിയായി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.